ബി.ജെ.പി. നേതാവ് സി കൃഷ്ണകുമാറിനെതിരെ പുറത്തുവന്ന പഴയ കേസിൽ ഉത്തരമുട്ടി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പാലക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പരാതി ഉന്നയിച്ച പെൺകുട്ടി എന്തുകൊണ്ട് അപ്പീൽ പോയില്ല എന്ന ജനൻ ടിവിയുടെ ചോദ്യത്തിന് മുൻപിൽ സന്ദീപ് വാര്യർക്ക് ഉത്തരം മുട്ടിയത്. 2023-ലും 2024-ലും സി കൃഷ്ണകുമാറിന് അനുകൂലമായി വിധി വന്നപ്പോൾ സിവിൽ കേസിൽ മാത്രമാണ് പരാതിക്കാരി അപ്പീൽ പോയത്. സി കൃഷ്ണകുമാറിന് എതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയും സന്ദീപ് വാര്യർ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി. അതിജീവിതയുടെ അവരുടെ ഉദ്ദേശശുദ്ധിയെയും അവരുടെ ക്യാരക്ടറിനെ അസാസിനേറ്റ് ചെയ്യാനാണ് ജനൻ ടി വി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാരക്ടർ അസാസിനേഷൻ. ഉറച്ച ആർ എസ് എസ് അനുഭാവിയായ ബി.ജെ.പി. അനുഭാവിയായ ഒരു പെൺകുട്ടിയുടെ അതിജീവിതയുടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാൻ വേണ്ടി ജനം ടി വി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ആസൂത്രിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞോട്ടെ, അല്ല, ക്യാരക്ടർ അസാസിനേഷൻ ആണ് ജനൻ ടി വി ശ്രമിക്കുന്നത്. ഇത് സ്വന്തം പാർട്ടിയിലും സംഘടനയിൽ വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ പോലും മടിയില്ലാത്ത നെറികെട്ട സ്ഥാപനമായി ജനൻ ടി വി മാറിയിരിക്കുക. അതേ പറയുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അതേ പറയുന്നുള്ളൂ. നിങ്ങളെ വെല്ലുവിളി എന്ന് എനിക്ക് ആവശ്യമില്ല. നിങ്ങളെ വെല്ലുവിളിയൊക്കെ അവിടെ വെച്ചേക്ക്. നിങ്ങളെ വെല്ലുവിളിയൊക്കെ അവിടെ വെച്ചേക്ക്. വേറെ ചോദിക്കണ്ടോ. എന്തായാലും എന്താ സാധ്യത? വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, വാർത്താ സമ്മേളനത്തിൽ അടിമുടി ജനൻ ടി വിയെ കുറ്റം പറയാനാണ് സന്ദീപ് വാര്യർ ശ്രമിച്ചത്. പക്ഷെ വ്യക്തമായി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും തയ്യാറായിട്ടില്ല സന്ദീപ് വാര്യർ. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്? അരുൺ. വിനോദ്, പ്രധാനമായിട്ടും ഈ സി കൃഷ്ണകുമാറിനെതിരെ കഴിഞ്ഞ ദിവസം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പഴയ കേസിന്റെ അതിന്റെ പുതിയതായി എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച കോൺഗ്രസിന്റെ ഒരു നനഞ്ഞ പടക്കം, ആ സംഭവത്തിലായിരുന്നു ഇന്ന് സന്ദീപ് വാര്യരോട് ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചത്. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഈ പരാതിക്കാരിയായ പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിയമ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ കഴിയാതിരുന്നത് എന്നുള്ളതായിരുന്നു സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരത്തിൽ നിയമ വിദ്യാഭ്യാസം ഇല്ല എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞ അതേ പരാതിക്കാരി തന്നെ 2012-ൽ മറ്റൊരു കേസിൽ കോടതി വ്യവഹാരം അതിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്, കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സി കൃഷ്ണകുമാറിനെതിരെ പരാതി ഉന്നയിച്ചിട്ടുള്ള വ്യക്തി ആ പരാതി ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ മറ്റൊരു വ്യക്തിക്കെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് സന്ദീപ് വാര്യർ പെട്ടെന്ന് പ്രകോപിതനായിക്കൊണ്ട് ജനം ടി വി ആ ഒരു പരാതിക്കാരിയുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്താൻ ശ്രമിക്കുകയാണ് എന്ന തരത്തിലൊക്കെ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് നമ്മൾ അടുത്ത ചോദ്യം വീണ്ടും ചോദിച്ചത്. അതായത് 2023-ലും 2024-ലും സി കൃഷ്ണകുമാറിന് അനുകൂലമായി ഈ പരാതിക്കാരിയുടെ പരാതികളിൽ കോടതിയിൽ വിധി ഉണ്ടായിരിക്കുന്നു. അങ്ങനെ കോടതി വിധി ഉണ്ടായപ്പോൾ അതിൽ 2023-ലെ വിധി എന്നുള്ളത് അതൊരു സിവിൽ കേസിലാണ്. 2024-ലെ വിധി എന്ന് പറയുമ്പോൾ അത് ക്രിമിനൽ കേസിലാണ്. ഈ സിവിൽ കേസിൽ കോടതിയിൽ നിന്നും പരാതിക്കാരിക്ക് അനുകൂലമല്ലാത്ത വിധി ഉണ്ടായപ്പോൾ അതിനെതിരെ അവർ മേൽക്കോടതിയെ സമീപിച്ച് മേൽക്കോടതിയിൽ അപ്പീൽ നൽകി എന്നുള്ളതാണ്. എന്നാൽ ഈ 2024-ൽ ഈ പെൺകുട്ടിയെ സി കൃഷ്ണകുമാർ അല്ലെങ്കിൽ പരാതിക്കാരിയായ വ്യക്തിയെ സി കൃഷ്ണകുമാർ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു, മർദ്ദിച്ചു എന്നൊക്കെ പറയുന്ന പരാതിയിൽ സി കൃഷ്ണകുമാറിന് അനുകൂലമായി കോടതി വിധി ഉണ്ടായപ്പോൾ ആ വിധിയിൽ എന്തുകൊണ്ടാണ് ഈ പരാതിക്കാരി കൂടുതൽ നടപടികളിലേക്ക് കടക്കാതിരുന്നത്, മേൽക്കോടതിയെ അപ്പീൽ നൽകി സമീപിക്കാതിരുന്നത് എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അതിന് ഒരു ഉത്തരവും പറയാൻ കഴിയാതെ ഉരുണ്ട് കളിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ ചെയ്തത്. പെട്ടെന്ന് തന്നെ ആ ചോദ്യത്തിൽ നിന്നും മാറി മറ്റൊരു മാധ്യമപ്രവർത്തകനോട് വേറെന്തെങ്കിലും ചോദ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവിടെ നിന്നും ഒളിച്ചോടാനുള്ള ശ്രമമാണ് നടത്തിയത് എന്നുള്ളതാണ്. മാത്രമല്ല മറ്റൊരു കാര്യമുണ്ടായത്, കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ സി കൃഷ്ണകുമാറിനെതിരെ സന്ദീപ് വാര്യർ പറഞ്ഞൊരു കാര്യം, ഈ പരാതിക്കാരി ഇത്തരത്തിൽ തന്നെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു, മർദ്ദിച്ചു എന്നൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരാതി നൽകിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കേസുമായി ബന്ധപ്പെട്ട് പാലക്കാട് പോലീസിനോട് അന്വേഷിക്കാൻ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് പാലക്കാട് പോലീസിനോട് സി കൃഷ്ണകുമാർ ഒരു കാർ വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് പരാതിക്കാരി പരാതി നൽകിയതെന്നും അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതേക്കുറിച്ച് ചോദിച്ചപ്പോഴും സന്ദീപ് വാര്യർ താൻ ആ പരാതിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞതിൽ നിന്നും ഉന്നയിച്ച പരാതികളിൽ കൃത്യമായി തെളിവുകൾ ഹാജരാക്കാനോ ഒന്നും സന്ദീപ് വാര്യർക്ക് കഴിയുന്നില്ല. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലും ഉന്നയിച്ചത്. ജനൻ ടി വിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും സന്ദീപ് വാര്യർ തയ്യാറായി. ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും അദ്ദേഹം നൽകിയില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ.